കുറെ നേരം ആയല്ലോ കാശിന് കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കട പൊട്ടാ, പല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം നായിന്റെ മോനെ കഴുതേ ആളെന്തരം നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? സൂക്ഷിച്ചോളണം ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്റെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വിടില്ലടോ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാര് തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ വെച്ച് യുവമാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയാം? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അരുമയാർന്ന ജയിലു മക്കളെ, സിലമ്പാട്ടം ആരംഭിക്കണം. സന്ദേഹം വേണ്ട, ഞാൻ ഇങ്ങ ഇരിക്കും. ടൈം എടുത്ത് പണ്ണുങ്കോ. പണം തൂക്കിട്ട് വാ. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ചുമ്മാ ചുറ്റി വിളയാടാമേ. ആദ്യടെ ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ. തലയിറങ്ങുന്നില്ലേ? അയ്യോ, എനിക്ക് വയ്യേ. അമ്മാ, അയ്യോ, അടിക്കരുത്. ബാഗ് എന്റെ കയ്യില്ല, അവന്റെ കയ്യില്ല. ഒരു മിനിറ്റ്. എന്നാ ഇതല്ലേ വേണ്ടത്?
എഴുന്നേക്കടാ എഴുന്നേക്കടാ. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 டீலிங்ஸா. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പോരാറിഞ്ഞിരിക്കുന്നൊരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. ഡാ, നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട. அண்ணா, அந்த திருடன் தப்பிச்சோடுற, அவனை விடக்கூடாது. குடிங்கண்ணா. എടാ പൊട്ടാ, കള്ളം ചാടി പോയിന്ന്. കള്ളച്ചാരം പിടിക്കണം അവനെ. കണ്ണയ മുറുകയ വാങ്ങടാ, ഇവനെ തൂക്കി പോടുറാ. മീനുകൾ അസ്ഥാനത്ത് കൊത്താതെ പാരുങ്ക. മണ്ടന്മാര് ചാക്ക് മാറിപ്പോയത് അറിഞ്ഞിട്ടില്ല. മറ്റേ ചാക്കിൽ ആരായിരിക്കും? എവിടെയായിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. ചന്തേന്ന് പോരാൻ വൈകി. ദൈവം കാരണ. ഞാൻ കാരണമല്ല, എല്ലാം ഈ തെണ്ടി കാരണം. ഇതെന്താടാ ഈ ചാക്കിനകത്താരാ? കള്ളൻ. കള്ളനോ? അച്ഛ, ചന്തയിൽ പോണവരെ കാശ് അടിച്ചോണ്ട് പോണ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇവനെ നമുക്ക് കട്ടപ്പഞ്ചായത്ത് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാം. മിണ്ടാതിരിടാ. എടാ, ആദ്യം ആ ചാക്കഴിച്ച് അയാളെ പുറത്തിറക്കി വിട്. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. ചത്തുപോയി കഴിഞ്ഞാ പിന്നെ അയാളോട് എങ്ങനെയാ സമാധാനം പറയുന്നത്? ഇതെന്തോന്ന് വെള്ളം കുടിച്ച് ചേർത്തോ? അയ്യോ, തല മാറി. നമ്മുടെ അയ്യപ്പൻ നായരല്ലേ? എടാ പോവല്ലുണ്ട്. അച്ഛനെങ്ങനെ ഇയാളറിയാം? എടാ, ഇയാൾ നമ്മുടെ തറവാട്ടിലെ പഴയ കാര്യസ്ഥനായിരുന്നു, അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ ആരാ ചാക്കി കയറ്റിയത്? പുത്തേഴുത്തുകാരാ. പുത്തേഴുത്തുകാരൻ.